Hi everyone, welcome to Success Academy's YouTube channel. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2021 ജനുവരി 4-ാം തീയതി RRB NTPC സെക്കൻഡ് ഷിഫ്റ്റ് അതായത് ഈവനിങ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ 288 ആണ്, അവരുടെ HCF 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ എത്ര നമ്പർ പെയേഴ്സ് പോസിബിൾ ആയിരിക്കും? HCF 16 ആണെങ്കിൽ നമുക്ക് ആ രണ്ട് നമ്പേഴ്സിന് 16A എന്നും 16B എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് എത്രയെന്ന് പറഞ്ഞേക്കുന്നത് 288. ഇനി 16 കോമൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 16 ഇൻറ്റു A + B = 288. 16 വെച്ച് കട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് 18 വന്നു. അപ്പോൾ A + Bയുടെ വാല്യൂ എത്രയായി? 18 ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാലാണ് 18 കിട്ടുക നോക്കുക. അപ്പോൾ 1 + 17 18 ആണ്, 2 + 16, 3 + 15, 4 + 14, 5 + 13, 6 + 12, 7 + 11, 8 + 10, 9 + 9. ഇനി വീണ്ടും ഇതേ പെയേഴ്സ് തന്നെ റിപ്പീറ്റ് ആകുന്നുള്ളൂ. ഇനി ഇതിന് എന്ത് നോക്കണം? 1ഉം ആ സംഖ്യ അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത സംഖ്യകൾ, അതായത് പെയേഴ്സ്, അതായത് കോപ്രൈം നമ്പർ പെയേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1ഉം 17 എന്താണ്? കോപ്രൈം നമ്പേഴ്സ് ആണ്. 1ഉം 17 അല്ലാതെ ഇവർക്ക് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഒരു നമ്പർ പെയർ എന്ന് പറയുന്നത് ഇതാണ്. 2ഉം 16 പറ്റില്ല, കാരണം 2 കോമൺ ഫാക്ടർ ആണ്. 3ഉം 15 പറ്റില്ല. പിന്നെ ഏത് പറ്റും? 5ഉം 13. ഈ രണ്ട് നമ്പേഴ്സ് എന്താണ്? കോപ്രൈം ആണ്. പിന്നെ ഏതാ പറ്റുക? 7ഉം 11 പറ്റും. അപ്പോൾ ഈ മൂന്ന് നമ്പർ പെയർ ആയിരിക്കും ഈ പറഞ്ഞ മാതിരി HCF 16 ആയിട്ടും അതേപോലെ അവരുടെ സമ്മ് 288 ആയിട്ട് വരുന്ന മൂന്ന് നമ്പർ പെയേഴ്സ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ A, 3 നമ്പർ പെയേഴ്സ്. ക്ലിയർ ആണല്ലോ? അടുത്തത്, ഡ്രൈവിംഗ് ഹിസ് കാർ അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h, വിനോദ് റീച്ചസ് ഹിസ് ഓഫീസ് 5 minutes ലേറ്റ്. ഇഫ് ഹിസ് സ്പീഡ് ഈസ് 40 km/h, ഹി റീച്ചസ് ദ ഓഫീസ് 3 minutes ഏർലി. ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. വിനോദ് 30 km/h സഞ്ചരിക്കുന്നതെങ്കിൽ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും ഓഫീസിലെത്തുക. അതേസമയം സ്പീഡ് ഇത്തിരി കൂട്ടി 40 km/h പോകുന്നതെങ്കിൽ 3 മിനിറ്റ് നേരത്തെ എത്തും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഡിസ്റ്റൻസ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു S1 ഇൻറ്റു S2 ഡിവൈഡ് ബൈ S2 മൈനസ് S1 ഇൻറ്റു ടൈം ഇൻ അവേഴ്സ്. ഓക്കെ ആണോ? ഇതിൽ S1 എന്ന് പറയുന്നത് 30, S2 എന്ന് പറയുന്നത് 40. പിന്നെ അതിൻ്റെ ഡിഫറൻസ്, രണ്ട് സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. സമയം എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ 5 മിനിറ്റ് ലേറ്റ് ആണ്. രണ്ടാമത്തെ കേസിലോ 3 മിനിറ്റ് ഏർലി ആണ്. അപ്പോൾ ലേറ്റും ഏർലിയും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് വാല്യൂസും കൂടി പ്ലസ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് ലേറ്റും 3 മിനിറ്റ് ഏർലിയും. ഇപ്പോൾ ഒരെണ്ണം ലേറ്റ് ആണ്, ഒരെണ്ണം ഏർലി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് വാല്യൂസും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. ആ ടൈമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ടൈം എന്തിലായിരിക്കണം? എപ്പോഴും അവറിലായിരിക്കണം. നമുക്കിപ്പോൾ കിട്ടുന്നത് 8 മിനിറ്റ് ആണ്. 8 മിനിറ്റിന് എന്തിലേക്കാക്കണം? അവറിലേക്ക് ആക്കണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 30 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 80/60. 2 വന്നു, 0 കട്ടായി. 4 ഇൻറ്റു 4 എത്രയാ? 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം. ഓക്കെ ആണല്ലോ? അടുത്തത്, ABC is a right angle triangle. A circle is inscribed in it. The length of two sides containing the right angle are 10 cm and 24 cm. Find the radius of the circle. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൻ്റെ ബേസും ഓൾട്ടിറ്റ്യൂഡ് വന്നിട്ടുണ്ട് 10ഉം 24 cm ആണ്. ഇതിൻ്റെ അകത്ത് ഒരു സർക്കിൾ വരച്ചേക്കണം. അപ്പോൾ ആ സർക്കിൾ എന്താണ്? ഇൻ സർക്കിളാണ്. ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ, അതായത് ഇൻ റേഡിയസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. ഇത് ഇൻ സർക്കിളായി, ഇത് ഇൻ റേഡിയസ് ആയി. അപ്പോൾ ഇൻ റേഡിയസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് 10ഉം മറ്റേ സൈഡ്, അത് റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്ന രണ്ട് സൈഡ് 10ഉം 24 ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എത്രയായിരിക്കും? 26 ആയിരിക്കും. ഇതെങ്ങനെയാണ് വരുന്നത്? പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് ആണ്. 10ഉം 24ഉം 26. അതായത് 10 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ എത്രയായിരിക്കും? 26 സ്ക്വയർ. ഓക്കെ ആണോ? ഇനി ഇങ്ങനെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരുന്ന ഇൻ സർക്കിളിൻ്റെ റേഡിയസ് കാണാനായിട്ട്, അതായത് ഇൻ റേഡിയസ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ? ഇപ്പോൾ ഈ സൈഡിന് നമ്മൾ A എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, ഇതിനെ B എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, ഇതിനെ C എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ വരുന്നത് A + B
മൈനസ് സി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എയും ബിയും ഒക്കെ എത്രയാണ്? 10 പ്ലസ് 24 മൈനസ് 26 ഡിവൈഡഡ് ബൈ 2. 34 മൈനസ് 26 ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയായി? 8 ബൈ 2 ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇതാണ് ഓപ്ഷൻ ഡി. ക്ലിയർ ആയല്ലോ? അടുത്തത്, എ റോംബസ് ഹാസ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽ 65% ഓഫ് ദ അതർ. എ സ്ക്വയർ ഈസ് ഡ്രോൺ യൂസിങ് ദ ലോങ്ങർ ഡയഗണൽ ആസ് സൈഡ്. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ദ റോംബസ് ആസ് ദാറ്റ് ഓഫ് ദ സ്ക്വയർ? ഒരു റോംബസ് ഉണ്ട്. റോംബസിൽ ഒരു ഡയഗണൽ എന്ന് പറയുന്നത് മറ്റേ ഡയഗണലിൻ്റെ 65%. ഇനി ആ ലോങ്ങർ ഡയഗണൽ സൈഡാക്കിക്കൊണ്ട് ഒരു സ്ക്വയർ വരച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ വരിക. അപ്പോൾ ഇതാണ് റോംബസ്. റോംബസിൻ്റെ ഡയഗണൽ വെച്ചിട്ട് എന്താണ് വേറൊരു സ്ക്വയർ വരച്ചേക്കുക. അപ്പോൾ ലോങ്ങസ്റ്റ് ഡയഗണൽ നമ്മളത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഷോർട്ടസ്റ്റ് ഡയഗണൽ എത്ര വരും എന്ന് പറഞ്ഞേക്കുന്നത്? ലോങ്ങസ്റ്റിൻ്റെ 65%. അപ്പോൾ 100 ഒന്നെങ്കിൽ 100ൻ്റെ 65% എത്ര തന്നെയാണ്? 65 തന്നെയാണ്. അപ്പോൾ 2 സൈഡ് കിട്ടി. ഇനി റോംബസിൻ്റെ ഏരിയ ആണെന്ന ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. d1 ഉം d2 എന്ന് പറയുന്നത് 2 ഡയഗണൽസ് ആണ്. അപ്പോൾ ഡയഗണൽസ് നമുക്കറിയാം 100ഉം 65 ആണ്. ഇനി സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഏതാണ്? ലോങ്ങർ ഡയഗണൽ, അതായത് 100 യൂണിറ്റ് വരുന്ന ഡയഗണൽ വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ വരച്ചേക്കുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എത്ര വരും? എ സ്ക്വയർ, അതായത് 100 സ്ക്വയർ. അപ്പോൾ ഏരിയ സ്ക്വയർ ഇൻ്റത് 100 ഇൻറ്റു 100. ഇനി എങ്ങനെ റേഷ്യോ വെച്ചേക്കുന്നത്? റേഷ്യോ ഓഫ് റോംബസ് ടു ദാറ്റ് ഓഫ് സ്ക്വയർ. അപ്പോൾ ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു 65 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. ഈ 100ഉം ഈ 100ഉം കട്ട് ചെയ്തു. 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 13, 20. അപ്പോൾ എത്രയാണ് റേഷ്യോ? 13:40. മനസ്സിലായോ? ഓപ്ഷൻ സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ എ ബി സി, ഇഫ് എ ബി is equal to AC equal to 26 cm and BC is equal to 20 cm, find the area of triangle ABC. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളിന് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡ് വന്നിട്ടുണ്ട് 26 ഇതാണ്. മൂന്നാമത്തെ സൈഡ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് ഒരു സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. പക്ഷെ അത് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഏതാണ്? 3 സൈഡ് അറിയാമെങ്കിൽ ഏരിയ ആണെന്ന് ഇക്വേഷൻ ഉണ്ടല്ലോ, ഹെറോൺസ് ഫോർമുല എന്നൊക്കെ പറയുന്നത്. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതിൽ എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ, അതായത് പെരിമീറ്ററിൻ്റെ പകുതിനെയാണ് നമ്മൾ സെമി പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എസ് കാണാം, എന്നിട്ട് ഈ എസ്സിൽ നിന്ന് ഓരോ സൈഡും മൈനസ് ചെയ്യാം. എസ് എത്ര വരും? 26 പ്ലസ് 26 പ്ലസ് 20. അപ്പോൾ 72 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ സെമി പെരിമീറ്റർ എത്ര വരും? 72ൻ്റെ പകുതി. 72ൻ്റെ പകുതി എത്രയാണ്? 36. അപ്പോൾ എസിൻ്റെ വാല്യൂ കിട്ടി 36. അപ്പോൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 36 ഇൻറ്റു ഓരോ സൈഡ് മൈനസ് ചെയ്യുക. 36 26 പോയി കഴിഞ്ഞാൽ എത്രയായി? 10 ആയി. രണ്ടാമത്തെ സൈഡ് 26 തന്നെയാണ്. അപ്പോൾ വീണ്ടും 26 കുറച്ചു 10 തന്നെയാണ് കിട്ടിയത്. ഇൻറ്റു ഇനി എത്ര കുറയ്ക്കണം? 36 അടുത്ത സൈഡ് എത്രയാണ്? 20 ആണ്. 36 20 പോയി കഴിഞ്ഞാൽ 16. ഇനി റൂട്ട് എടുക്കുമ്പോൾ 36ൻ്റെ സ്ക്വയർ റൂട്ട് 6 ആണ്. 10 ഇൻറ്റു 10 100 ആണ്. അപ്പോൾ 10 വന്ന് പുറത്ത് 16 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ എത്രയായി? 240 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, the average weight of P, Q and R is 58 kg. If the average weight of P and Q is 54 kg and that of Q and R is 48 kg, then the weight of Q is. പിയും ക്യൂവും ആറിൻ്റെയും കൂടി അവരുടെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 58 kg ആണ്. അതേപോലെ പിൻ്റെയും ക്യൂവിൻ്റെയും മാത്രം 54, ക്യൂവിൻ്റെയും ആറിൻ്റെയും മാത്രം ആവറേജ് വെയിറ്റ് 48 kg ആണ്. ക്യൂവിൻ്റെ വെയിറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കൺവെൻഷനലി ആവറേജ് വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കാണാം, പിന്നെ സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതിലും ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഡീവിയേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അത് ആദ്യത്തെ 3 പേര്, അത് പിയും ക്യൂവും ആറ്, ഇവരുടെ ആവറേജ് എത്രയാണ്? 58 ആണ്. ഇതിൽ പിൻ്റെയും ക്യൂവിൻ്റെയും, അതായത് ആദ്യത്തെ 2 പേരുടെ ആവറേജ് എത്രയാണ്? 54 ആണ്. അതേപോലെ അവസാനത്തെ 2 പേര്, ഇത് പിയും ക്യൂവും ആറും എത്രയാണ്? 48 kg ആണ്.
അപ്പോൾ നമ്മൾ ഡീവിയേഷൻ കാണാൻ പോവുകയാണ്. ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻ്റെ ഡീവിയേഷൻ, നെറ്റ് ഡീവിയേഷൻ എത്ര വരണം? 0 വരണം. നമുക്ക് ഇവിടെ 0 വരുമോ നോക്കാം. അപ്പോൾ ഇവിടെ എത്ര? 54 - 58 -4 എത്ര പേരുണ്ട്? 2 പേരുണ്ട്. -8 ആണ് ഇവിടുത്തെ ഡീവിയേഷൻ. അതേപോലെ ഇവിടെ എത്ര വരും? 48 നിന്ന് 58 കുറയ്ക്കുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂന്ന് ആവറേജ് കുറയ്ക്കുമ്പോൾ -10 ആണ് ഡീവിയേഷൻ ആയിട്ട് വരിക. എത്ര പേരുണ്ട്? 2 പേര്. -20. ഇനി നെറ്റ് ഡീവിയേഷൻ എത്ര വന്നു? -20 + -8 -28 ആണ് വന്നത്. എത്രയായിരുന്നു വരേണ്ടത്? 0 ആയിരുന്നു വരേണ്ടത്. പക്ഷെ നമുക്ക് -28 വന്നു. എന്തുകൊണ്ടാണ്? ഈ ക്യൂവിനെ നമ്മൾ 2 തവണ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 0 വരേണ്ട സ്ഥലത്ത് നിന്ന് അതും കഴിഞ്ഞിട്ട് -28 വന്നത്. ഈ -28 എന്ന് പറയുന്നത് ആരുടെ ഡീവിയേഷൻ ആയിരിക്കും? ക്യൂവിൻ്റെ ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ ക്യൂവിൻ്റെ ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂവിൻ്റെ ഒറിജിനൽ വെയിറ്റ് കാണാമല്ലോ. എങ്ങനെയാണ്? നമ്മൾ ഇവിടെ എങ്ങനെയായിരുന്നു ഡീവിയേഷൻ കണ്ടത്? ക്യൂവിൻ്റെ വെയിറ്റ് എടുക്കുന്നെങ്കിൽ ക്യൂവിൻ്റെ വെയിറ്റിൽ നിന്ന് ടോട്ടൽ ആവറേജ് കുറച്ചപ്പോഴാണ് നമുക്ക് ക്യൂവിൻ്റെ ഡീവിയേഷൻ കിട്ടുക. അപ്പോൾ ക്യൂവിൻ്റെ വെയിറ്റ് = ഡീവിയേഷൻ എത്രയാണ്? -28. ആവറേജ് ഇപ്പുറത്തേക്ക് ഇപ്പോൾ +58 എത്ര വന്നു? 30 kg. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യുക. 0 ആയിരുന്നു വരേണ്ടത്, 0 വന്നില്ല, -28 വന്നു. എന്തുകൊണ്ട്? ക്യൂ 2 തവണ ആഡ് എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ -28 എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഡീവിയേഷനാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂവിൻ്റെ വെയിറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആവറേജ് നമുക്ക് കിട്ടിയ ഡീവിയേഷൻ എത്രയാണോ അത് ചെയ്യുക. അപ്പോൾ ഇവിടെ -28 ആയതുകൊണ്ട് 50 -28 അതായത് 28 കുറച്ചു. 50 -28 ചെയ്തു. അപ്പോൾ നമുക്ക് 30 കിട്ടി. അതാണ് ക്യൂവിൻ്റെ വെയിറ്റ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. A number is first decreased by 20% and then increased by 15%. The number so obtained is 64 less than the original number. The original number is. ഒരു നമ്പർ ആദ്യം 20% കുറച്ചു, പിന്നെ 15% കൂട്ടി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞ നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാളും 64 കുറവായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പർ എത്രയാണ്? ഇത് നമുക്ക് പെർസെൻറ്റേജിൻ്റെ റേഷ്യോ എടുത്തിട്ട് റേഷ്യോ മെത്തേഡ് ചെയ്യാം. അപ്പോൾ 20% ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1/5 എന്നാണ് കിട്ടുക. അപ്പോൾ 1/5 ആണ് 20യുടെ ഫ്രാക്ഷൻ. ഇതിൽ ഡിനോമിനേറ്ററുള്ള വാല്യൂവിന് നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം അതായത് ഒറിജിനൽ നമ്പർ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഒറിജിനൽ നമ്പർ 5 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഓപ്പറേഷന് ശേഷം വരുന്ന ഫൈനൽ നമ്പർ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 20% കുറഞ്ഞു എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറയ്ക്കുക. അപ്പോൾ 5 - 1 4 വന്നു. അടുത്തതിൽ 15%. 15% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് വരും? 3/20 എന്ന് വരും. അപ്പോൾ 20 എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിൽ വരുന്നത് എപ്പോഴും തുടക്കം എന്തായിരുന്നു അത് തന്നെയായിരിക്കും ഉണ്ടാവും. അതാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒറിജിനൽ വാല്യൂ എത്ര ആയിട്ട് എടുക്കണം? 20 ആക്കി എടുത്തു. ഇനി പറഞ്ഞേക്കുന്നത് 15% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞേക്കുന്നത്. ഡിക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറച്ചു. ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആഡ് ചെയ്യുക. 20 + 3 23. ഇനി ഈ സൈഡ് അതായത് LHSഉം RHSലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ചെയ്തില്ല കുഴപ്പമില്ല. ക്യാൻസൽ ചെയ്ത് നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈസി ആകും. അപ്പോൾ 4 വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് 25 എന്നും 20 ഇവിടെ 5ഉം ഇവിടെ 1ഉം വന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 എന്നും 23 എന്നും വന്നു. അപ്പോൾ 25 യൂണിറ്റ് ആയിരുന്നു ആദ്യത്തെ വാല്യൂ എങ്കിലും, ഒറിജിനൽ വാല്യൂ എങ്കിലും. ഇപ്പോൾ ഇത് എത്രയേ ഉള്ളൂ? 23 യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? നമ്മൾ എഴുതിയ അനുസരിച്ച് 2 ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ശരിക്കും ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുണ്ടല്ലോ? 64 ലെസ് ദാൻ ദ ഒറിജിനൽ നമ്പർ. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറയുന്നതിൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 2 യൂണിറ്റ് = 64. 1 യൂണിറ്റ് എത്രയായി? 32. ഒറിജിനൽ നമ്പർ എത്ര യൂണിറ്റ് ഉണ്ട്? 25 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഒറിജിനൽ നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 25 × 32 ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 800. അപ്പോൾ 25 × 32 എന്ന് പറയുമ്പോൾ 800 വരും. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 15 + cot 15. tan 15ൻ്റെയും cot 15ൻ്റെയും സം കാണാനാണ്. അപ്പോൾ cot 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/tan 15. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ ഉണ്ടാൽ മതി. അപ്പോൾ tan 50 നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പഠിക്കുന്ന ഒരു ആംഗിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയാവുന്ന 2 ആംഗിൾസിനെ വെച്ചിട്ട് നമുക്കതിനെ 15 ആക്കണം. എന്ത് ചെയ്താൽ മതി? 45. tan 15 നമുക്കറിയാം, tan 30 നമുക്കറിയാം. അപ്പോൾ 45 - 30 എത്രയാണ്? 15 ആണ്. അപ്പോൾ tan × 45 - 15
30. എന്താണ് ഇത് tan 15 ആണ്. അപ്പോൾ tan a മൈനസ് ബിയുടെ ഇക്വേഷൻ എന്താണ്? tan a മൈനസ് ബി ഈസ് ഈക്വൽ ടു tan a മൈനസ് tan b ഡിവൈഡ് ബൈ 1 പ്ലസ് tan a ഇൻറ്റു tan b. നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ്. ഇതിലെങ്ങനെ വരും? tan a അതായത് tan 45 മൈനസ് tan b tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tan 45ൻ്റെ വാല്യൂ എത്രയാണ്? tan 45 1 ആണ്. tan 30 എന്ന് പറയുന്നത് 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/√3. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വന്നു? 1 മൈനസ് 1/√3 ഡിവൈഡ് ബൈ 1 പ്ലസ് 1/√3. ഇത് tan 15 ആണ്. ഈ കോഡ് 15 എന്ന് പറയുന്നത് എന്താ? കോഡ് 15 ഇസ് ഈക്വൽ ടു 1/tan 15 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയേക്കുന്നത് റെസിപ്രോക്കലായിരിക്കും അടുത്ത ടേമായിട്ട് വരിക. ക്ലിയർ ആയോ? tan 15 എന്ന് പറയുന്നത് ഇതാണെങ്കിൽ കോഡ് 15 എത്രയായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കലായിരിക്കും. ഇനി രണ്ടിൻ്റെയും സം കണ്ടാൽ മതി. അപ്പോൾ 1 മൈനസ് 1/√3 ഡിവൈഡ് ബൈ 1 പ്ലസ് 1/√3. ഓക്കെ, നമുക്കിത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാണെങ്കിൽ √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3 ഡിവൈഡ് ബൈ √3 പ്ലസ് 1 ഡിവൈഡ് ബൈ √3. √3 കട്ടായിപ്പോയി. √3 മൈനസ് 1/√3 പ്ലസ് 1 സം ചെയ്യുമ്പോൾ √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3 പ്ലസ് 1 പ്ലസ് ഇതിൻ്റെ റെസിപ്രോക്കൽ √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. നമുക്കിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ നോക്കുക. ഇത് a മൈനസ് ബി, ഇതിപ്പോൾ a മൈനസ് ബി ഫോമിലല്ല എടുക്കുന്നത്. ഇപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വരും. പ്ലസ് ഇവിടെ എന്താ വരിക? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. 4 അല്ല 2 ഇൻറ്റു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ എഴുതിയാൽ പോരെ? 2 ഇൻറ്റു a സ്ക്വയർ. ഇതിൽ a എത്രയാണ്? √3 ആണ്. √3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് ബി സ്ക്വയർ. ബി എത്രയാണ്? 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ഡിവൈഡഡ് ബൈ ഇത് ഏത് ഫോമില? √3 പ്ലസ് 1 √3 മൈനസ് 1. അത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ a എന്ന് പറയുന്നത് √3 ആണ്. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ. നമുക്ക് എത്ര വന്നു? 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2. 2ഉം 2ഉം കട്ടായിപ്പോയി. ഫൈനൽ ആൻസർ എത്രയാണ് വന്നത്? 4. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. ക്ലിയർ ആയോ? tan 15 നമുക്കറിയില്ല. അപ്പോൾ tan 15 tan 45 മൈനസ് 30 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചു, ആഡ് ചെയ്തു. അത്രയേ ഉള്ളൂ. അടുത്തത് 20 men and 15 boys can do a piece of work in 10 days. 25 men and 10 boys can do it in 9 days. Find the ratio of the daily work done by a man to that of a boy. 20 പുരുഷന്മാരും 15 ആൺകുട്ടികളും കൂടി ഒരു വർക്ക് ചെയ്യാൻ 10 ദിവസവും അതേ വർക്ക് 25 മെന്നും 10 കുട്ടികളും ആണെങ്കിൽ 9 ദിവസമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈം കൂടെ എത്ര ആൾക്കാരുണ്ട്, ഇതല്ലേ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ എങ്ങനെയാണ്? 25 മെന്നും ഉണ്ട് 15 ബോയ്സും ഉണ്ട്. അപ്പോൾ മെന്നിൻ്റെ എഫിഷ്യൻസി നമ്മൾ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, ബോയ്സിൻ്റെ എഫിഷ്യൻസി ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നു? 20 ഇൻറ്റു അതെത്രയാണ് അവരുടെ എണ്ണം ഇൻറ്റു അവരുടെ എഫിഷ്യൻസി, അതെത്രയാണ്? എം. അതേപോലെ ബോയ്സ് എത്ര പേരുണ്ട്? 15 പേരുണ്ട്. അവരുടെ എഫിഷ്യൻസി ബി ആണ്. അപ്പോൾ ഇത് എഫിഷ്യൻസിയും നമ്പറുമായി ഇൻറ്റു ടൈം. ടൈം എത്രയാണ്? 10 ദിവസം. സെയിം വർക്ക് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എഴുതാം. 25 മെൻ പ്ലസ് 10 ബോയ്സ്. അപ്പോൾ 10 ഇൻറ്റു അവരുടെ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 9 അല്ലേ? ഓക്കെ, 9 ആണ്. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 200 എം പ്ലസ് 150 ബോയ് ബി ഈക്വൽ ടു 225 എം പ്ലസ് 90 ബി. മെന്നിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 25 എം ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ 60 ബി എന്ന് വരും. 225 മൈനസ് 200 150 മൈനസ് 90. കട്ട് ചെയ്യുമ്പോൾ 12 5. നമ്മളോട് മെൻ ഈസ് ടു
ബോയ്സിൻ്റെ എഫിഷ്യൻസി ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെ വരിക? 12/5, അതായത് 12:5, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്തത്, എ ഫ്യൂ lead sphere of diameter 6 cm are dropped into a cylinder beaker containing some water such that they are fully submerged. If the diameter of the beaker is 9 cm and the water level has risen to 32 cm, find the number of lead spheres dropped into the beaker. 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന കുറച്ച് സ്ഫെറിക്കൽ ബോൾസ് ഒരു ബീക്കറിലേക്ക് ഇട്ടു. ബീക്കറിൻ്റെ ഡയമീറ്റർ 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബീക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഈ ബോൾസ് ഇട്ടപ്പോൾ ബീക്കറിലെ വെള്ളം എത്രത്തോളം റൈസ് ചെയ്തു? 32 സെൻറ്റിമീറ്റർ ഉയർന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ബോൾസ് ആണ് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോൾസ് ഇട്ട് കഴിഞ്ഞപ്പോൾ 32 സെൻറ്റിമീറ്റർ വെള്ളം അത്രയും ഹൈറ്റ് കൂടിയെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എത്രത്തോളമാണോ ഈ വാട്ടർ റേസ് ചെയ്തത്, അപ്പോൾ അത്രയും റേസ് ആയ വാട്ടറിൻ്റെ വോളിയം എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമ്മൾ ഇട്ടേക്കുന്ന n നമ്പർ ഓഫ് ബോൾസിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ രണ്ട് വോളിയം കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് കിട്ടും. ഓക്കെ ആണോ? സ്ഫിയറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? 4/3 πr² ആണ്. അപ്പോൾ 4/3 ഇൻറ്റു പൈ ഇൻറ്റു r എത്ര വരും? 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നതിൻ്റെ പകുതി 3 πr³ ആണ്. 4/3 πr³. ഇത് എത്ര ഉണ്ടെന്ന് അറിയില്ല, അപ്പോൾ നമ്മൾ n എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ വോളിയം എന്തിനോട് ഈക്വലാണ്? എത്രത്തോളം വാട്ടറാണോ റൈസ് ചെയ്തേക്കുന്നത് അതിനോട് ഈക്വലാണ്. അതെങ്ങനെ കാണാം? ബീക്കറിലേക്ക് ഇട്ടേക്കുന്നത് സിലിണ്ടറിക്കൽ ബീക്കർ അല്ലേ? സിലിണ്ടറിൻ്റെ വോളിയം πr². r എത്രയാണ്? 9/2 πr² ഇൻറ്റു 32 സെൻറ്റിമീറ്റർ ഉയരത്തിലേക്കാണ് പൊങ്ങിയേക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ വോളിയം. പയ്യും കട്ട് ചെയ്തു. ഇവിടെ 9 ഉണ്ടായിരുന്നു, കട്ട് ചെയ്തു. 3 4 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 8 2. ഇനി ഇവിടെ എന്തൊക്കെ ബാക്കിയുണ്ട്? ഇവിടെ ഒരു 3 ഉണ്ട് ബാക്കി, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ നമ്പർ എത്രയായി? 3 × 3 × 2, 9 × 2 എന്ന് പറഞ്ഞാൽ 18. അപ്പോൾ 18 ബോൾസാണ് നമ്മൾ ഈ ബീക്കറിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? 32 സെൻറ്റിമീറ്ററോളം വെള്ളം ഉയർന്നത്. അടുത്തത് സിംപ്ലിഫിക്കേഷനാണ്. സിംപ്ലിഫിക്കേഷനിൽ എന്താ ശ്രദ്ധിച്ചാൽ മതി? ബോഡ് മാസ് റൂൾ അനുസരിച്ചിട്ടാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. B4 ബ്രാക്കറ്റ്, O4 ഓഫ്, D4 ഡിവിഷൻ, M4 മൾട്ടിപ്ലിക്കേഷൻ, A4 അഡീഷൻ, S4 സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റും ഓഫും ഒന്നും വരുന്നില്ല. അപ്പോൾ 15 മൈനസ് 6.3. അപ്പോൾ നമ്മൾ ആദ്യം 15 6.3 കുറച്ചു, എന്നിട്ട് കിട്ടിയതിന് 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ തെറ്റും. കാരണം നമ്മൾ സബ്ട്രാക്ഷനും ഡിവിഷനും നോക്കുമ്പോൾ ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? ഡിവിഷനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ബൈ 7 പ്ലസ് 3 ഇൻറ്റു 1.3 മൈനസ് 2. എഗെയിൻ മൾട്ടിപ്ലിക്കേഷനാണ് സബ്ട്രാക്ഷൻ ഏറ്റവും അവസാനമാണ്. അപ്പോൾ സബ്ട്രാക്ഷനേക്കാളും പ്രയോറിറ്റി കൂടുതൽ ആർക്കാണ്? മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 15 മൈനസ് 0.9 പ്ലസ് 3.9 മൈനസ് 2. 15 മൈനസ് 2 പോയി കഴിഞ്ഞാൽ 13 പ്ലസ് 3 എത്രയായി? 16. 16 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി. അടുത്തത് എന്ത് തന്നെയാണ്? ബോഡ് മാസ് ആണ്. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് എടുക്കുക. അപ്പോൾ 17 മൈനസ് 4 ഇൻറ്റു 5.4/9 എന്ന് പറഞ്ഞാൽ 0.6 പ്ലസ് 6 ഇൻറ്റു 1.9. ഇവിടെയും 17 നിന്ന് 4 കുറച്ചപ്പോൾ നമുക്ക് 13 കിട്ടി. 13 ഇൻറ്റു 0.6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തെറ്റാണ്. കാരണം ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? മൾട്ടിപ്ലിക്കേഷനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ 17 മൈനസ് 2.4 പ്ലസ് 6 ഇൻറ്റു 1.9 എന്ന് പറയുമ്പോൾ എത്ര വരും? 11.4 വരും. അപ്പോൾ 17 പ്ലസ് 11.4 നിന്ന് 2.4 കുറച്ച് കഴിഞ്ഞാൽ 9. ആൻസർ എത്രയായി? 26 ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്തത്, റേഷ്യോ ഓഫ് ഇൻകംസ് ഓഫ് അമർ ആൻഡ് കോമൽ ഈസ് 5:4 ആൻഡ് ദ റേഷ്യോ ഓഫ് ദർ എക്സ്പെൻഡിച്ചർ ഈസ് 2:1. ഇഫ് ഈച്ച് ഓഫ് ദം സേവ്സ് ₹6,000 പെർ മന്ത്, ഫൈൻ അമേഴ്സ് ഇൻകം. അമറിൻ്റെയും കോമലിൻ്റെയും ഇൻകത്തിൻ്റെ റേഷ്യോ എത്രയാണ്? 5:4 ആണ്. അതേപോലെ അവരുടെ റേഷ്യോ, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 2:1 ആണ്. രണ്ടുപേരും 6,000 രൂപ വെച്ചിട്ടാണ് സേവ് ചെയ്യുന്നത് ഒരു മാസം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇൻകം കാണാനാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് നോക്കുക? ഇൻകത്തിൻ്റെ റേഷ്യോ എഴുതുക 5:4, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എഴുതുക 2:1.
ഇനി ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്, അതായത് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് സേവിങ്സ് കിട്ടാം. അത് താഴെ എഴുതാം. ഇനി ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 മൈനസ് 8 ഈക്വൽ ടു ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2,6000ത്തിൽ നിന്ന് 1,6000 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1,6000. 6,000. അപ്പോൾ 2 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 6,000. 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 3,000. 3,000. ആരുടെ ചോദിച്ചേക്കുന്നത്? അമറിൻ്റെത്. അമറിൻ്റെ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇവിടെ എത്ര വരിക? 5 മൈനസ് 8 ഇസ് ഈക്വൽ ടു 6,000. 3 യൂണിറ്റ് ഇസ് ഈക്വൽ ടു ആണ് 6,000. അപ്പോൾ 1 യൂണിറ്റ് എത്രയായി? 2,000. അമറിൻ്റെ എന്ന് പറയുമ്പോൾ അമറിൻ്റെ ആദ്യത്തെ ആളായിരുന്നു. അപ്പോൾ 5 യൂണിറ്റ് ആണ് അമറിൻ്റെ ഇൻകം. അമറിൻ്റെ ഇൻകം എത്ര വരും? ഒരു യൂണിറ്റ് 2,000 ആണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് 10,000. 10,000 ഓപ്ഷൻ എ. ക്ലിയർ ആയല്ലോ? അടുത്തത് സീക് തീറ്റ 5x ആണ്, ടാൻ തീറ്റ 5/x ആണ്. ടാൻ തീറ്റ 5/x ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/x² ആണ് കണ്ടത്. സീക് തീറ്റ 5x, ടാൻ തീറ്റ 5/x. നമ്മളോട് ചോദിച്ചു വെക്കുന്നത് x² മൈനസ് 1/x² ആണ്. തന്നിരിക്കുന്ന രണ്ടെണ്ണം നോക്കുക. ഇതിൽ നമ്മൾ 5 കോമൺ എടുത്ത് എന്തായി? ഇവിടെ x ഉണ്ട്, 1/x ഉണ്ട്. ചോദിച്ചേക്കുന്നതിലും x ഉണ്ട്, 1/x ഉണ്ട്. പിന്നെ എന്താ? x² ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സ്ക്വയർ എടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനെങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് x² മൈനസ് 1/x² എന്നുള്ള ഫോമിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? sec² എടുക്കുക, tan സ്ക്വയർ എടുക്കുക, മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? sec² തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ ഈക്വൽ ടു 5x² മൈനസ് 1/5x². സോറി, 5² ഇതിൽ നിന്ന് 5² പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 25 x² മൈനസ് 1/x². ഇനി ഇതിൽ c² മൈനസ് ടാൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? നമ്മളത് പഠിക്കുന്നതല്ലേ? sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ 1 ആണ്. അതേപോലെ sec² തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു ഓക്കെ. അപ്പോൾ x² മൈനസ് 1/x²ൻ്റെ വാല്യൂ എത്ര വന്നു? 1/25 വന്നു. നമ്മളോട് ചോദിച്ചേക്കുന്നത് 10 ഇൻറ്റു ദിസ. ഇവിടെ നമ്മൾ 10 കൊടുത്തു. അപ്പോൾ 2/5 ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അടുത്ത സ്ലൈഡ്. ഫോർ എവറി 18x that Noori buys, 3x turns out to be rotten. At the same rate, how many good eggs will Noori have if she buys 690 eggs? Noori 18 എഗ്സ് മേടിക്കുന്ന സമയത്ത് അതിൽ 3 എണ്ണം കേടായിപ്പോവും. അപ്പോൾ നല്ലത് എത്ര ഉണ്ടാവും? 15 എണ്ണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ 690 എഗ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നല്ല എഗ്സ് എത്ര ഉണ്ടാവും എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 18 എണ്ണം വാങ്ങി, അതിൽ 3 എണ്ണം റോട്ടനായി പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം നല്ലതുണ്ട്? 15 എണ്ണം ഉണ്ട്, 3 എണ്ണം പോയി. അപ്പോൾ നമ്മളിതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 3 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 6, 5, 1 ഇങ്ങനെയല്ലേ വരിക? ഇനി ഇപ്പോൾ ടോട്ടൽ 690 ഉണ്ട്. ടോട്ടൽ 690 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 6ൻ്റെ സ്ഥാനത്ത്, അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 690. അപ്പോൾ 6നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 690 കിട്ടിയത്? 6 ഇൻറ്റു 115 ആണ് 690. അപ്പോൾ ടോട്ടൽ കാണാൻ, നല്ലത് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? 5നെ 115 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 575. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. x plus x raised to minus 1 equal to 7. Then find the value of x plus x raised to minus 3. അതായത് x plus 1/xൻ്റെ വാല്യൂ 7 ആണെങ്കിൽ x³ പ്ലസ് 1/x³ വാല്യൂ എത്രയാണ്? നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. x plus 1/xൻ്റെ വാല്യൂ k ആണെങ്കിൽ, നമ്മളിപ്പോൾ k എന്ന് എടുക്കുകയാണെങ്കിൽ x³ പ്ലസ് 1/x³ വാല്യൂ എത്ര വരും? k³ മൈനസ് 3k. അപ്പോൾ ഇവിടെ k എത്രയാണ്? 7 ആണ്. അപ്പോൾ 7 × ക്യൂബ് മൈനസ് 3 × 7.
7ൻ്റെ ക്യൂബ് എത്രയാണ്? 343 ആണ്. 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 322, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. If a plus b plus c is equal to 14, ab plus bc plus ac is equal to 47 and abc is equal to 15, find the value of a cube plus b cube plus c cube. ഇത് ഓൾജിബ്രയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3ab is equal to എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പീസ് ഓഫ് ഇക്വേഷനൊക്കെ നോക്കുക. എന്നിട്ട് ഇതുമായിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണ് ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഏതാ ഉള്ളത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ തന്നെ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് എഴുതുക എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ മൈനസ് 3 × ab പ്ലസ് ബി സി പ്ലസ് എ സി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാ. ഇതിൽ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് ആണ് കാണേണ്ടത്. എ ബി സി തന്നിട്ടുണ്ട് 15 ആണ്. അപ്പോൾ 3abc കാണാം. എ പ്ലസ് ബി പ്ലസ് സി തന്നിട്ടുണ്ട് 14 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേമുമായി. ഇനി എ ബി പ്ലസ് ബി സി പ്ലസ് എ സി അത് തന്നിട്ടുണ്ട് 47. അപ്പോൾ 3 × ചെയ്ത് കഴിഞ്ഞാൽ ആ ടേമുമായി. അറിയില്ലാത്തത് ആകെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ വലുതായിട്ട് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും എഴുതാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. എ ബി സി 15 ആണെങ്കിൽ 3abc എത്രയാണ്? 3 × 15 45 ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ്? 14 ഇൻറ്റു 14ൻ്റെ സ്ക്വയർ 196 മൈനസ് 3 × എ ബി പ്ലസ് ബി സി പ്ലസ് എ സി അത് എത്രയാണ്? 47. 47 × 3 എന്ന് പറയുമ്പോൾ 141 അല്ലേ? അപ്പോൾ ഇത് കുറയ്ക്കുക നമുക്ക് എത്ര കിട്ടും? 55 എന്ന് കിട്ടും. 14 × 55 14 × 5 എത്രയാണ്? 70. അപ്പോൾ 7 × 11 770. അതായത് 5 × 11 എന്നല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് 70 ആണ്. 70 × 11 770. അപ്പോൾ എക്സ് മൈനസ് 45 ഇസ് ഈക്വൽ ടു 770. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായി? 770 പ്ലസ് 45 815. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. ക്ലിയർ ആയല്ലോ? തന്നിരിക്കുന്ന ഡേറ്റ നോക്കുക. അത് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണെന്ന് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ടേം കണ്ടുപിടിക്കാം. അടുത്ത ദിവസത്തിലേക്ക് പോകാം. രാംകുമാർ bought 2 LED TV sets for ₹41,000 by selling out at a profit of 20% and other at a loss of 15%. He found that the selling price of both the TV sets are the same. Find his overall gain or loss. രാംകുമാർ 2 LED TV സെറ്റ് 41,000 രൂപ രണ്ടിനും കൂടി 41,000 രൂപയ്ക്ക് വാങ്ങിക്കുകയാണ്. അതിലൊരെണ്ണം 20% പ്രോഫിറ്റിന്, മറ്റൊന്ന് 15% നഷ്ടത്തിലുമാണ് വിറ്റത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് രണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് നഷ്ടം അല്ലെങ്കിൽ ലാഭം ഉണ്ടായിരിക്കുന്നത്? പേഴ്സൻറ്റേജിലല്ല, പൈസയായിട്ട് തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം? ഈ 20%-നെ 15%-നെ ഫ്രാക്ഷൻ ആക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് റേഷ്യോ മെത്തേഡിൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കണ്ടിട്ട് ചെയ്യാം. 20%-നെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 1/5 എന്നാണ് വരുന്നത്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിലും ഇത് നമുക്ക് ഡിനോമിനേറ്റർ കിട്ടി, അതായത് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇൻ പെർസെൻറ്റേജിനെ ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ ആക്കി കഴിയുമ്പോൾ ഡിനോമിനേറ്ററിൽ കിട്ടുന്ന വാല്യൂ ഏതാണോ അതിനെ എന്താക്കി എടുക്കുക? കോസ്റ്റ് പ്രൈസ് ആക്കി എടുക്കുക. അപ്പോൾ 5 ആണ് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് വരിക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഇതാണ് 1/5. അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്ററിലെ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ 5 എന്താക്കി എടുക്കുക? കോസ്റ്റ് പ്രൈസ് ആക്കി എടുക്കുക. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടി. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് 5 ഈക്വൽ ടു പ്രോഫിറ്റ് ആയിട്ടുള്ള 1. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വന്നു? 1 + 5 ഈക്വൽ ടു 6. ഇങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഉള്ള ക്വസ്റ്റ്യൻസിൽ എങ്ങനെ എഴുതിയാൽ മതി? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതിൻ്റെ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുക. ഡിനോമിനേറ്റർ ഉള്ളത് എപ്പോഴും കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇനി പ്രോഫിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഡിനോമിനേറ്റർ ന്യൂമിനേറ്റർ ആഡ് ചെയ്യുക. 5 + 1 6. രണ്ടാമത്തെ കേസിൽ 15% ആണ്. 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/20 ആണ്.
ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. അപ്പോൾ 3/20 20 എന്താണത്? കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ എന്താ? 15% നഷ്ടമാണ്. നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററും ഡിഫറൻസ് എടുക്കുക. അപ്പോൾ എത്ര വരും? 20 - 3 17 ആയി. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തു, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്തു. ഇനി സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്ന് പറഞ്ഞേക്കുന്നത് രണ്ട് കേസിലും. നമ്മൾ എഴുതിയേക്കുന്നതിൽ ഒരു സ്ഥലത്ത് 6ഉം ഒരു സ്ഥലത്ത് 17 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 17 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 6നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5നെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നാലാണ് റേഷ്യോ ചേഞ്ച് ആവാണ്ട് കൊള്ളും. അപ്പോൾ 17 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ആണ്. അതേപോലെ 6 × 17 എന്ന് പറയുന്നത് 102 ആയി. 6 × 20 120 102. ഇപ്പം എന്തായി? തന്നിരിക്കുന്ന കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ആയി. 20% ലാഭം, 15% നഷ്ടം, സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആണ്. ഇനി ടോട്ടൽ അപ്പോൾ എത്രയാണ്? 205 രൂപയാണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് ചിലവഴിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ടോട്ടൽ 204 വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായി? ലോസ് ആണ് സംഭവിച്ചേക്കുന്നതെന്ന് മനസ്സിലായി. ഇതിൽ ഗെയിൻ വരുന്ന ഓപ്ഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. ഇനി അഥവാ ഓപ്ഷൻ സിയിലും ഗെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ഇരുന്നെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യേ വേണ്ട. ഈ ലോസ് എന്നുള്ള ഒറ്റ ഓപ്ഷൻ ആണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് ഫുൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നോക്കുക എത്രയാണ് ഡിഫറൻസ്? 1 യൂണിറ്റ് ആണ് ഡിഫറൻസ്. ഇവിടെ 205 ആണ്, 204 ആണ്. അപ്പോൾ 1 യൂണിറ്റ് രൂപയാണ് നഷ്ടം വന്നേക്കുന്നത്. ഇനി ആ 1 യൂണിറ്റ് എത്രയാണെന്ന് കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടിയേക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 205 ആണ്. ശരിക്കും എത്രയായിരുന്നു ടോട്ടൽ കോസ്റ്റ് പ്രൈസ്? 41,000. അപ്പോൾ 1 യൂണിറ്റ് ഈക്വൽ ടു എത്ര വരും? 41,000 ഡിവൈഡഡ് ബൈ 205നെ നമുക്ക് 5 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 41 × 5 എന്നല്ലേ വരിക. അപ്പോൾ 41 കട്ടായി. 1000 എത്ര തവണയുണ്ട്? 5 200 തവണ. അപ്പോൾ എത്രയാ? 200 രൂപ നഷ്ടമാണ് രാംകുമാറിന് സംഭവിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. Anil lent ₹7,200 to Dubey for 3 years and ₹8,400 to Raghav for 4 years on simple interest at the same rate of interest and received ₹4,968 in total. From the total as interest, find the rate of interest per annum. അനിൽ 7,200 രൂപ ഡൂബയ്ക്ക് 3 വർഷത്തേക്ക് കൊടുത്തു. സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ രാഘവിന് 8,400 രൂപ 4 വർഷത്തേക്കും കൊടുത്തു. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിലെ വകയായിട്ട് എത്ര കിട്ടി? 4,968 രൂപയാണ് ടോട്ടൽ ഇൻട്രസ്റ്റായിട്ട് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് റേറ്റ് പെർസെൻറ്റേജ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്താണ്? PNR/100. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ്. ഈ റേറ്റിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P ഡിവൈഡ് ബൈ 100 ഉണ്ട്. അപ്പോൾ എന്തായാലും 2 0 കട്ടായി പോകണം. അപ്പോൾ ഇവിടുത്തെ 7,200 2 0 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 72 ഉണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 72 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 3 ആണ്. റേറ്റ് നമുക്ക് അറിയില്ല. ഇത് ആദ്യത്തെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയോട് സമ്മാണ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള 4,968 രൂപ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കേസിലും 100 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 8,400 2 0 പോയി. പിന്നെ എത്ര ബാക്കിയുള്ളൂ? 84 ബാക്കിയുള്ളൂ. അപ്പോൾ 84 ഇൻറ്റു അത് എത്ര വർഷത്തേക്കാണ്? 4 വർഷത്തേക്ക്. സെയിം റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 6 തന്നെ, അവിടെ 6 തന്നെ. ഇതെന്തായി? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 4,968. നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? 216 പ്ലസ് 336 ഈക്വൽ ടു 4968. ഇനി നോക്കുക, യൂണിറ്റ് ഡിജിറ്റ് ഓരോ പെർസെൻറ്റേജിലും ഡിഫറെൻറ്റാണ്. അപ്പോൾ നമുക്കത് ഫുൾ ചെയ്യാണ്ട് എങ്ങനെ റേറ്റ് ആണോ നോക്കുക. 6 + 6 ആണെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 6. 2 × 6 എന്ന് വരും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫുള്ള് കിട്ടും. 6 + 6 2. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. ഇൻറ്റു 6 ഈക്വൽ ടു 4,0968. ഇനി 2 ഇൻറ്റു എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 8 കിട്ടുക? ഈ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ 2 × 9 ആണ് 18. അപ്പോൾ 8 × 8 നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് അതാണ്. അപ്പോൾ 2 × 9 ചെയ്യുമ്പോഴാണ്, അതായത് നമുക്ക് ഇവിടെ എത്രയോ വാല്യൂ ഉണ്ട്, ഈ വാല്യൂവിനെ ഇൻറ്റു 9 ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 8 കിട്ടുക. അപ്പോൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 9%. മനസ്സിലായോ?
നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫുൾ ചെയ്യാണ്ട് യൂണിറ്റ് ഡിജിറ്റ് വെച്ച് മാത്രം ഇതേപോലെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.